ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയ ഒരു കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ കുറിച്ചുകൊണ്ടാണ്. നമ്മുടെ PSC പരീക്ഷകളിൽ എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓരോരോ പദവികളിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട്, അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട്, ഇത്തരത്തിൽ ഓരോരോ പദവികളിലിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത്തരം കുറച്ച് പദവികളും അതിലിരിക്കുന്ന വ്യക്തികളെയും കുറിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രധാന പദവികൾ എന്നുള്ളതാണ് നമ്മളുടെ എന്ത് പറയുന്നത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. നമുക്കറിയാം, ജനുവരിയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ടായിരുന്നു. പുതിയ ആയിട്ടുള്ള ഒരു വ്യക്തി ആരായിട്ടുണ്ട്, നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ജസ്റ്റിസ് സൗമൻ സെൻ എന്നാണ്. ഇത് രണ്ട് രീതിയിലാണ് ഈ ചോദ്യം പ്രധാനമാകുന്നത്. ഒന്ന്, നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ള രീതിയിൽ എല്ലായ്പ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളതാണ്, അതൊരു തരത്തിൽ. രണ്ടാമത്തെ തരം എന്ന് പറഞ്ഞാൽ ഇത് ജനുവരിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇദ്ദേഹം അധികാരമേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ജസ്റ്റിസ് സൗമെൻ സെൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമെൻ സെൻ. നമ്മളുടെ കേരള ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഡോക്ടർ എ ജയതിലകാണ്. ഇത് PYQ ആണ്. ഒരു പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു. ഒരു 10th ലെവൽ ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ എന്ത് ചെയ്തിരുന്നു, ഈ ചോദ്യം നേരിട്ട് ചോദിച്ചിരുന്നു. കേരള ചീഫ് സെക്രട്ടറി ആരും എന്നുള്ള രീതിയിൽ ചോദ്യം വന്നിരുന്നു. അത് പക്ഷേ ഇദ്ദേഹം ആയിരുന്നില്ല. അന്നത്തെ വ്യക്തിയുടെ പേരായിരുന്നു അവിടെ ആൻസർ ആയിട്ട് വന്നിരുന്നത്. നിലവിൽ ഡോക്ടർ എ ജയതിലക ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ കേരള ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് V ഹരിനായരാണ്. ഇതും PYQ ആണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കേരള PSCയുടെ സിലബസിൽ പഠിക്കാനുള്ളതാണ് വിവരാവകാശ കമ്മീഷനും അതിൻ്റെ അധികാര പരിധികളും എല്ലാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നുള്ള ചോദ്യം. അതിന് ഉത്തരം എന്ന് പറയുന്നത് V ഹരി നായരാണ്. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെങ്കിൽ DGP ക്രമസമാധാനം, അദ്ദേഹത്തിൻ്റെ പേര് റവാഡ എ ചന്ദ്രശേഖർ എന്നാണ്. റവാഡ എ ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വയ്ക്കുക. അതുപോലെ സംസ്ഥാന AG അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് നമ്മൾ അഡ്വക്കേറ്റ് ജനറലിനെയും സോൾട്ടർ ജനറലിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തുണ്ട്, അഡ്വക്കേറ്റ് ജനറൽ, അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് K ഗോപാലകൃഷ്ണ കുറുപ്പ് എന്നാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ, ഇപ്പോൾ അടുത്തിടെയായിട്ട് SIR പോലത്തെ സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിരവധി തവണ കേട്ട ഒരു പേരാണ് ഇദ്ദേഹത്തിൻ്റെ പേര് A ഷാജഹാൻ എന്ന്. നമ്മളുടെ കേരളത്തിൻ്റെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറാണ് ആരെന്ന് പറയുന്നത് A ഷാജഹാൻ. അതുപോലെ തന്നെ കേരള ലോകായുക്ത എന്ന് പറയുന്നത് ജസ്റ്റിസ് N അനിൽകുമാർ. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ 7 പദവികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമുക്കൊന്നും കൂടെ നോക്കാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരി നായർ, DGP റവാഡ എ ചന്ദ്രശേഖർ, അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ A ഷാജഹാൻ. ഇതും PYQ ആണ്. അപ്പോൾ ഈ ഒരു ഒറ്റ സ്ലൈഡിൽ നമ്മൾ 3 PYQകൾ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ A ഷാജഹാൻ, ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ. അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. അടുത്തൊരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് വനിതാ കമ്മീഷനെ കുറിച്ചാണ്. വനിതാ കമ്മീഷൻ നമ്മുടെ PSCയുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ്. വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ എന്ന് പറയുന്നത് P സതീദേവി. വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാവാനും അതിൽ മെമ്പർ ആവാനൊക്കെ എന്തുണ്ട്, ഓരോരോ നിശ്ചിത യോഗ്യതകളുണ്ട്. അത് മറ്റൊരു മേഖലയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ചും അതിൻ്റെ ഒരു കോമ്പോസിഷനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരു മേഖലയാണ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അതുപോലെ തന്നെ സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ വികസന കമ്മീഷൻ അധ്യക്ഷൻ ശേഖരൻ മിനിയോടൻ. ഈ 2 ക്വസ്റ്റ്യൻസും PYQs ആണ്, ഓർത്തു വയ്ക്കുക. ഞാൻ PYQ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ ഇനി വരുന്ന ഡിഗ്രി ലെവൽ 10th ലെവൽ എക്സാമുകൾക്കൊക്കെ പോകാവൂ. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി വഴി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് 10% സംവരണം എന്ത് ചെയ്തിരുന്നു, നിലവിൽ വന്നിരുന്നു. ആ നിലവിൽ വന്നതിൻ്റെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ എന്ത് ചെയ്തിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ആണ്. അതുപോലെ തന്നെ വയോജന കമ്മീഷൻ ചെയർമാൻ, നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു വയോജന കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ചും അതിൻ്റെ കോമ്പോസിഷനെക്കുറിച്ചും അതിലെ പദവികളെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് വയോജന കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് K സോമപ്രസാദ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം.
പഠിക്കണം. റീസെൻ്റ് ആയിട്ടാണ് വയോജന കമ്മീഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാം, ഇനി വരുന്ന പരീക്ഷയ്ക്ക് വയോജന കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം നിർബന്ധമായിട്ടും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ജി ശശിധരൻ. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ 5 വ്യക്തികളെ കുറിച്ചാണ് പഠിച്ചത്. ഒന്നും കൂടെ നോക്കാം. വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, പട്ടികജാതി പട്ടിക ഗോത്രവർഗ വികസന കമ്മീഷൻ അധ്യക്ഷൻ ശേഖരൻ മിനിയോടൻ, മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അതുപോലെ തന്നെ വയോജന കമ്മീഷൻ ചെയർമാൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം, ഞാൻ വീണ്ടും പറയുകയാണ്, K സോമപ്രസാദ്. പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ജി ശശിധരൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പദവികൾ എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. കേരളത്തിലെ പ്രധാന പദവികളിലുള്ള ആളുകളുടെ പേരുകളാണ്, വ്യക്തികളുടെ പേരുകളാണ് എന്ത് ചെയ്തത് നമ്മൾ പഠിച്ചത്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.